പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ദൈവം തമ്പുരാൻ വചനം പറയുവാൻ തക്കവണ്ണം ഒരവസരം ഒരുക്കിയതിനെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നലെ TV കണ്ട കൂട്ടത്തിൽ കേൾക്കുകയുണ്ടായി, ഒരു കന്യാസ്ത്രീ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യേശു അപ്പച്ചനെ കൂട്ടുപിടിക്കുവാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് മാതാവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. മാതാവിനെ കൂട്ടുപിടിച്ചാൽ യേശു അപ്പച്ചനെ കൂട്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു ഭവനത്തിൻ്റെ വിളക്കാണ്. നസ്രയത്തിലെ കുടുംബം അനുഗ്രഹപ്രദമായി തീർന്നത് അമ്മയുടെ പ്രാർത്ഥനയുടെയും അമ്മയുടെ ജീവിത വഴികളിലൂടെയുള്ള യാത്രയിലൂടെയുമാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുവാനും താലോലിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുമ്പം, പരിശുദ്ധ നോമ്പ് കൊണ്ടാടുമ്പം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മൾക്കും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുറച്ച് സമയം മാത്രം കുറേയേറെ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. 11-ാം അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബെഥാനിയയിലെ ലാസറാണ്. ബെഥാനിയയിലെ ലാസറിനെ പറ്റിയാണ് പരിശുദ്ധ വേദഭാഗം മുഴുവനും പറഞ്ഞിരിക്കുന്നത്. ബെഥാനിയയിലെ ലാസറിൻ്റെ ഭവനത്തിൻ്റെ 3 പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വചനപ്രഘോഷണം അവസാനിപ്പിച്ചുകൊള്ളാം. ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, ലാസർ മരിച്ചു, യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസറിൻ്റെ ഭവനവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഈ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമായ സ്നേഹത്തിൻ്റെ ഭവനമായിരുന്നു ഈ ഭവനം എന്ന് പറയുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ സ്നേഹത്തിൻ്റെ ഭവനം. ഓരോ പ്രത്യേകതകൾ പറയുമ്പം നമ്മുടെ ഭവനവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആ സഹോദരിമാർ, അതായത് മാർത്തയും മറിയയും, അവൻ്റെ അടുക്കൽ, യേശു തമ്പുരാൻ്റെ അടുക്കൽ ആളെ അയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. 5-ാം വാക്യത്തിൽ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. യേശു തമ്പുരാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഭവനം, യേശു തമ്പുരാനെ ഒത്തിരിയേറെ തിരിച്ചും സ്നേഹിച്ചിരുന്ന ഭവനം. ഈ ഭവനത്തിൻ്റെ പ്രയാസം എന്തായിരുന്നു? തങ്ങളുടെ ഏക സഹോദരൻ രോഗാവസ്ഥയിൽ കിടക്കുന്നു. പ്രയാസമുണ്ടായപ്പം, ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ ആദ്യം സമീപിച്ചത് തങ്ങൾക്ക് ഏറ്റവും സ്നേഹിതനായ യേശു തമ്പുരാനെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ വസിക്കുന്ന ഭവനത്തിൽ പ്രയാസമുണ്ടാവും, കഷ്ടതയുണ്ടാവും, ദുഃഖമുണ്ടാവും, മരണമുണ്ടാവും. ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നമ്മുടെ ദുഃഖവും പ്രയാസവും നൊമ്പരവും ഒക്കെ ദൈവവുമായിട്ട് പങ്കുവെക്കുവാൻ ഇടയായിത്തീരണം. ഒരു സിനിമയിൽ, ഞാൻ സിനിമ കാണുന്ന ആളല്ല, ഇന്നേ വരെ തിയേറ്ററിൽ പോയിട്ടുമില്ല, ഫേസ്ബുക്കിൽ ഓടിച്ച് നോക്കുന്ന വഴിക്ക് കാണുകയുണ്ടായി. അച്ഛൻ വേഷം കെട്ടിയിരിക്കുന്ന ഒരച്ഛൻ ആദ്യമായിട്ട് പട്ടുവേറ്റിട്ട് വരികയാണ് പള്ളിയിൽ.
അപ്പോൾ സീനിയറായിട്ടുള്ള അച്ഛൻ പറഞ്ഞു, അച്ഛനാണിന്ന് പ്രസംഗിക്കേണ്ടത്. ഈ അച്ഛന് വളരെ പ്രയാസമുണ്ടായി. കാരണം പ്രസംഗിക്കണം, 15 മിനിറ്റ് പ്രസംഗിക്കണം, അല്പ പ്രയാസമുള്ള കാര്യമാണ്. അച്ഛനാവുന്നതും സീനിയറായിട്ടുള്ള അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് പ്രസംഗിക്കേ. പറ്റത്തില്ല, അച്ഛൻ തന്നെ, കൊച്ചച്ഛൻ തന്നെ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. അച്ഛന് 15 മിനിറ്റ് തികച്ചല്ലേ പറ്റൂ. അച്ഛൻ പറഞ്ഞു, ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ തെറ്റ് ചെയ്താൽ യേശു ക്രിസ്തു എന്ത് ചെയ്യും? ജനങ്ങളിൽ ഒരമ്മച്ചി പറഞ്ഞു, ചട്ടയും മുണ്ടും കൊടുത്ത് ഇതുപോലെ ഒരു അമ്മച്ചി പറഞ്ഞു. എന്ത് പറഞ്ഞു? അവൻ നമ്മളോട് ക്ഷമിക്കും. ഉത്തരം ശരിയാണ്. അച്ഛൻ ഉത്തരം ശരിയാണ്. അച്ഛൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അപ്പം അല്പം കൂടെ താമസം വന്നു ഉത്തരത്തിന്. ഉത്തരം ഇങ്ങനെയായിരുന്നു, ക്ഷമിക്കും. അച്ഛന് 15 മിനിറ്റ് തികയ്ക്കണമെന്നുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, അടുത്ത വീണ്ടും ചോദിച്ചു, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ആലോചിച്ച് സമയം പോയി. 15ാമത്തെ മിനിറ്റ് അച്ഛൻ പറഞ്ഞു, അതങ്ങ് ക്ഷമിക്കുമെന്നേ, ആ മനുഷ്യൻ അതങ്ങ് ക്ഷമിച്ചേക്കുമെന്നേ. 15ാമത്തെ മിനിറ്റ് കഴിഞ്ഞു, പ്രസംഗം അവസാനിച്ചു. പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ, എത്രയും തെറ്റ് ചെയ്താലും, എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയാവോ? നമ്മൾ അവൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ, ഒന്ന് മനസ്സ് തുറക്കാൻ, ഒന്ന് കണ്ണുനീരൊഴുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ, പിതാവാം ദൈവം അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടത, പ്രയാസം, ബുദ്ധിമുട്ട് ഒക്കെ ഈ ലോകത്തുണ്ടാകും. എല്ലാ മനുഷ്യനിലും ഉണ്ടാകുന്നത്, ദൈവാശ്രയത്തിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനിലും ഉണ്ടാകുന്നതാണ് കഷ്ടതയും പ്രയാസവും ദുഃഖവും നൊമ്പരും ഒക്കെ. ദൈവം സ്നേഹിക്കുന്നവർക്കുള്ള അനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കെന്താ നമസ്കാരത്തിന്, പ്രഭാത നമസ്കാരത്തിന് പ്രാർത്ഥിക്കുന്നൊരു വേദഭാഗമാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? ഉത്തരം നിങ്ങൾ പറയണം. സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം, അതാണ് ശ്രദ്ധിക്കേണ്ടത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കുവാൻ തക്കവണ്ണം മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരെങ്കിലും ഭവനത്തിൽ ഒരു പ്രയാസമോ ഒന്നും കൂടാതെ മരണപ്പെടുവാണെങ്കിൽ എല്ലാവരും പറയും, ഞാൻ ഉൾപ്പെടെ, അച്ഛന്മാരുൾപ്പെടെ പറയുന്ന കാര്യമാണ്, നല്ല മരണമായിരുന്നു. മറിച്ച് കഷ്ടതയും പ്രയാസവും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു പോകണം, നമ്മൾ എന്ത് പറയും? ഒരു വല്ലാത്ത മരണമായിപ്പോയി, ഒരു നരകതുല്യമായ മരണമായിരുന്നു. എന്താ മറിച്ചാണ് വേദോസം പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിലുള്ള കഷ്ടതയും പ്രയാസവും നിന്ദയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും നിങ്ങളെപ്പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ
നിങ്ങൾ എന്ത് ചെയ്യണം? കരയാൻ പോകരുത്, മറിച്ച് എന്ത് ചെയ്യണം? സന്തോഷിക്കണം. രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ പഠിക്കണം. കാരണം എന്താ? ഇന്നെനിക്ക് ഒരു പോയിന്റ് കൂടെ കൂടിയിരിക്കുക. ഇന്നെൻ്റെ ഓഹരി ഒരല്പം കൂടി സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് കൂടിയിരിക്കുക. അതാണ് ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ, ഭാഗ്യവതിയായ അമ്മ എന്ന് പറയുന്നു. എന്താണെന്നറിയാവോ? തമ്പുരാനെ ഉദരത്തിൽ വഹിച്ചത് മാത്രമല്ല, ഈ ഭൂമിയിൽ അമ്മ ഏറ്റ നിന്ദകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും ഭൂമിയിൽ ലഭിക്കാവുന്ന സകല സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് ആ കുഞ്ഞിനു വേണ്ടി ജീവിച്ച ജീവിതവും ഒക്കെയാണ് അമ്മയെ ഭാഗ്യാവസ്ഥയാക്കി മാറ്റിയത്. ഇപ്പോൾ ജീവിതത്തിലെ പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, നൊമ്പരം വരുമ്പോൾ ദൈവത്തിലേക്ക് അടുക്കുവാൻ തക്കോണം ഇടയായി തീരണം. വായിച്ച് കുറച്ച് വേദഭാഗം വേദപുസ്തകമുള്ളൊരു വായിച്ച് നോക്കും, മനസ്സിലാവും. കുറച്ച് താഴോട്ട് പോകുമ്പോൾ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, സ്ലീഹന്മാരോട്, അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, നമുക്ക് ആ ഭവനത്തിലേക്ക് പോകാം. അപ്പൊ ശിഷ്യന്മാരെന്താ പറയുന്നത്? എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ്. ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ കല്ലെറിയുവാൻ ഭാവിക്കുന്നു, പിന്നെ നീ അവിടേക്ക് പോയാൽ ഞങ്ങൾക്കൂടെ അതിൻ്റെ പ്രയാസം ഉണ്ടാവും. അപ്പൊ യേശുതമ്പുരാൻ പറയുന്നൊരു മറുപടിയുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അതുവരെ എൻ്റെ സ്നേഹിതൻ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ യേശുതമ്പുരാൻ പറയുകയാണ്, അവര് പോവാൻ തടസ്സം നിന്നപ്പോൾ പറയുവാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പം എൻ്റെ മാത്രമല്ല സ്നേഹിതൻ, നിങ്ങളുടെ കൂടി സ്നേഹിതനാണ് എന്ന് പഠിപ്പിക്കുക. നമ്മൾ അനേക പ്രാവശ്യം ഭവനത്തിൽ പോയിട്ടുണ്ട്, ഭവനത്തിൽ നിന്ന് അത്താഴം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മാത്രമല്ല സ്നേഹിതൻ, നിങ്ങളുടെ കൂടി സ്നേഹിതനാന്ന് പഠിപ്പിച്ച് യേശുതമ്പുരാൻ അവരെ കൂടെ കരുതി. അപ്പോഴാണ് തോമാസ് ലീഹ പറയുന്നത്, അവനോടുകൂടി മരിപ്പാൻ നമുക്കും പോകാമെന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞ് അപ്പോസ്തലന്മാരും യേശുതമ്പുരാനും കൂടി ആ ഭവനത്തിലേക്ക് പോകുന്നത്. 84-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനക്കാരൻ അല്പ അസൂയയോട് പറയുകയാണ്, എന്താ? കുരിയിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും കൂട്ടിയിരിക്കുന്ന ദേവാലയമേ, അവർക്ക് എന്തൊരു ഭാഗ്യമാണ് ആ ഭാഗ്യാവസ്ഥ. അവർക്ക് ആ ദേവാലയത്തിൽ താമസിക്കുവാനും നിന്റെ ദൈവിക ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യാവസ്ഥയാണ്. ഇന്ന് നമ്മളായിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഈ കല്ലുപാറ ദേവാലയത്തിലായിരിക്കുമ്പം നമ്മൾ ആരാ? ഭാഗ്യവാന്മാരാ. കാരണം തമ്പുരാന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ ഭാഗ്യമുള്ളവരാ. ദൈവം സ്നേഹിച്ച ഈ ഭവനം എപ്പോഴും നമ്മളെ ദൈവം തമ്പുരാൻ കരുതിയിട്ടേ ഉള്ളൂ, തൻ്റെ ഉള്ളം കയ്യിൽ കരുതിയിട്ടേ ഉള്ളൂ, ഇല്ലേ? എന്നാലും ചില പോരായ്മകൾ വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കെന്താ? ഞാനൊരു ഭാഗ്യം കെട്ടവനാ, ഞാനൊരു ഭാഗ്യമില്ലാത്തവളാ. കേൾക്കുവാൻ കാതുണ്ട്, സംസാരിക്കുവാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കുവാൻ കരങ്ങളുണ്ട്. അപ്പൊ കേൾക്കുവാൻ കഴിയാത്ത അനേകം ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെക്കാട്ടിലും ഭാഗ്യമുള്ളവരല്ലേ നമ്മള്? സംസാരിക്കുവാൻ കഴിയാത്ത അനേകം ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം സംസാരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഭാഗ്യം ചെയ്തവരല്ലേ നമ്മള്? നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനും പ്രാപ്തിയും സ്വാധീനവും ഇല്ലാത്ത അനേകം ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതിനൊക്കെ പ്രാപ്തിയും കഴിവുള്ള നമ്മൾ ഭാഗ്യമുള്ളവരല്ലേ? പിന്നെ എന്താ ചില സമയങ്ങളിൽ ഭാഗ്യം കെട്ടെന്ന് പറയുന്നത്? അത് കഷ്ടതയും പ്രയാസവും ഒക്കെ വരുമ്പോൾ താങ്ങാനുള്ള ശേഷിയില്ല. ദൈവത്തെ ഒരു കളിപ്പാട്ടം പോലെ പലപ്പോഴും കാണുകയാണ് നമ്മൾ. നമ്മുടെ കാര്യം ചെന്ന് പറയുക, ഉടനെ അത് സാധിച്ചു തരുമോ? ഇല്ലെങ്കിൽ വേണ്ട. ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോവുക, അത്ഭുതങ്ങൾ കാണുന്നിടത്ത് ഓടി നടക്കുക, ബഹളം വെക്കുന്നിടത്ത് ഓടി നടക്കുക. കാരണം എന്താണെന്നറിയോ? ഓട്ടം എന്തിനാണെന്നറിയോ? എത്രയും എളുപ്പത്തിൽ എൻ്റെ കാര്യം സാധിക്കണം. ഇനി അടുത്ത പോയിന്റ്, ഇത് തലക്കെട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. ഇന്ന് വായിച്ചിട്ട സങ്കീർത്തനം 15-ാം സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്തുവായിരുന്നു?
ആ കുഞ്ഞു വായിച്ചത്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? എന്നിട്ടൊരു ചോദ്യചിഹ്നം ഇട്ടിട്ടാണ് സങ്കീർത്തനക്കാരൻ ഉത്തരം പറയുന്നത്. നിഷ്കളങ്കൻ നടക്കുക, യാചൻ സംസാരിക്കാതിരിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയും. ഇങ്ങനെ കിട്ടുന്നവർക്കുള്ള അവസ്ഥ എന്താണ്? തമ്പുരാനോടൊപ്പം തമ്പുരാന്റെ കൂടാരത്തിൽ പാർക്കുവാൻ തക്കമുള്ള ദൈവകൃപ. ആ ദൈവകൃപ നമുക്കും നേടിയെടുക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ സമയ ചുരുക്കം പോലെ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഒന്നാമത് ക്രിസ്തു കേന്ദ്രീകൃതമായ സ്നേഹത്തിൻ്റെ ഭവനമായിരുന്നു. രണ്ടാമത് സഹോദര സ്നേഹത്തിൽ പൂരിതമായ ഭവനമായിരുന്നു. സഹോദര സ്നേഹത്തിൽ പൂരിതമായ ഭവനമായിരുന്നു. ഒരു സഹോദരൻ, ആകെ ഉണ്ടായിരുന്ന സഹോദരനാണ് മാർത്തയ്ക്കും മറിയയ്ക്കും. ആ മനുഷ്യനില്ലാതായി. പോട്ടെ, ഇവര് വിഷമിച്ച് കരഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. യേശുതമ്പുരാൻ വരുന്നുണ്ട്. യേശുതമ്പുരാൻ വരുമ്പോൾ മാർത്തയും മറിയയും നിലവിളിക്കുന്നുണ്ട്. 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ മാർത്ത പറയുന്നുണ്ട്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ടും ഇവർക്ക് ആ ഒരു സ്നേഹം അങ്ങോട്ട് നഷ്ടമാകുന്നില്ല. ഇവരുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. അത്രയേറെ സ്നേഹിച്ചിരുന്നു ആ മനുഷ്യനെ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മറിയ എത്തിയിട്ട് കാൽക്കൽ വീഴുക. മരിച്ചു കഴിഞ്ഞു, അടക്കി കുറെ ദിവസങ്ങളായി. യേശുതമ്പുരാൻ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നേ? മറിയ എത്തിയിട്ട് കാൽക്കൽ വീണിട്ട് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു പറഞ്ഞു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് മരിക്കുകയില്ലായിരുന്നു പറഞ്ഞു. നമ്മളായിരുന്നെങ്കിലോ? ആളിനെ വിട്ട് പറയിച്ച ആ മനുഷ്യനോട്, ദീനമായിട്ട് കിടക്കുക, വേറെ ആരും അല്ല, നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായിട്ട് കിടക്കുക, മരിച്ചു കഴിഞ്ഞു വന്നേക്കുക. കാലെ വീഴുവല്ലേന്നേ, കാല് പിടിച്ച് നിലത്തിടുക ചെയ്യുന്നേ, അല്ലേ? അല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ മറിച്ചാ സംഭവിക്കുന്നേ. അവരുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. എന്ത്? ദൈവമേ, ഇപ്പോഴും നീ പറഞ്ഞാൽ മതി. അവർ യേശുതമ്പുരാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളാണെന്നൊന്നും അവർക്കറിയില്ല. അവർ പറയും, എന്നാലും നീ പറഞ്ഞാൽ, ഇപ്പം വിചാരിച്ചാൽ പോലും ഞങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, തിരിച്ചു വരുമെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള അവരുടെ സ്നേഹം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കുവാൻ പറ്റില്ല. സൺഡേ മിഷൻ, പാരിഷ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കീക്കോഴൂർ എന്ന് പറഞ്ഞ പള്ളിയിൽ പോകാനിടയെ തീർന്നു. അവിടെ ദേവാലയത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു വീട്ടിൽ പോയി 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫോട്ടോ മാലയിട്ട് ആ ഭിത്തിയിൽ ചുമരിൽ തൂക്കിയിരിക്കുന്നത് കണ്ടു. അവിടുത്തെ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും മലയാള മനോരമയിൽ അന്ന് ഫ്രണ്ട് പേജിൽ വായിച്ച വാർത്തയായിരുന്നു. ജ്യേഷ്ഠ സഹോദരൻ അനിയൻ്റെ കുഞ്ഞുങ്ങളെ അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വത്ത് തർക്കമായിട്ട് ബന്ധപ്പെട്ട് കഴുത്ത് അറുത്ത് കൊന്നു. ആ അമ്പൂറ്റി കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് ഈ ചുവരിൽ ഈ ഇട്ട് മാലയിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടേ, എന്തൊരു നാടായിപ്പോയി നമ്മുടേത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കുവാൻ തക്കവണ്ണം, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ദ്രോഹം കാട്ടുവാൻ തക്കവണ്ണമുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും വളർന്നുപോയി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കരുതിയ നന്മയോർത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ സ്നേഹിച്ച ആ സ്നേഹമൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ അച്ഛന്മാരും എല്ലാ പ്രസംഗങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്, ദേവാലയത്തിലേക്ക് നീ നേർച്ച കൊണ്ടുവരുവാണെങ്കിൽ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ നീ ആ നേർച്ച അവിടെ വെച്ചിട്ട് തിരിച്ചവിടെ പോയി രമ്യതപ്പെട്ടിട്ട് നീ വാ, നിന്റെ നേർച്ച ഞാൻ കൈക്കൊള്ളാം. ആ വാചകം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കി. നിന്റെ സഹോദരന് നിന്നോട്, നിനക്ക് കാണത്തില്ല,
അതാണ് എൻ്റെ വാചകത്തിന്. നിനക്ക് നിന്റെ സഹോദരൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പരിഹരിച്ചിട്ട് വാ. അപ്പം നമ്മൾ ചിലപ്പോൾ പരിശുദ്ധന്മാരും ശുദ്ധിമതികളൊക്കെ ആയിരിക്കാം, നമുക്ക് ഒരു കുറവും കാണും, നമ്മൾ അവരോട് യാതൊരുവിധ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും കാണില്ല. പക്ഷെ അവർക്ക് നമ്മളോട് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ ദൈവം നമ്മൾ ഈ പറയുന്ന ഒഴുക്കുന്ന കണ്ണുനീരോ നേർച്ചകളോ ഒന്നും കൈക്കൊള്ളത്തില്ലെന്നേ. ദൈവം നമ്മളെ പരിശോധിക്കുകയും നമ്മളെ കാണുകയും ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ ആസ്പദമാക്കിയാണ്. ഞാൻ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിയിൽ ഭവന സന്ദർശനമായിട്ട് പോകാൻ ഇടയെ തീർന്നു. അവിടുത്തെ ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ആകെ ഒരു കല്ലറയേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പന് 4-5 മക്കളുണ്ട്. അതിൽ മൂത്തയാളാണ്. ഇളയ ആൾക്ക് അല്പം സീരിയസ് ആയിട്ട് പ്രയാസമായിട്ട് ഇരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. മരിച്ചാൽ ഞങ്ങളുടെ ഈ കല്ലറയിൽ, എൻ്റെ പേരിലുള്ള ഈ കല്ലറയിൽ തന്നെ അവനെ അടക്കിക്കോ. അമ്മാമ്മ ചായ എടുക്കാൻ വേണ്ടി പോയതാ. ചെവി കേൾക്കാത്ത അമ്മാമ്മയാണ്. ഇത് കേട്ടിട്ട് ഓടി വന്ന്, ചായ പോലും മറന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ജീവനുണ്ടെങ്കിൽ ഞാനിത് സമ്മതിക്കുകയില്ല. ഭർത്തൃപ്രിയ സമയത്തിൻ്റെ വലിയ ചുമതലയൊക്കെ വഹിക്കുന്ന ആളാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മരണത്തെ പോലും, മരിച്ചു കിടക്കുന്ന ശരീരത്തെ പോലും ബഹുമാനിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിലേക്ക് അധപ്പതിച്ച് പോയിരിക്കുക. പിന്നെ നമ്മൾ പറയും നമ്മുടെ ഭവനം ദൈവഭവനമാ. എവിടെയാ? ദൈവം ഉണ്ടോ നമ്മുടെ ഭവനത്തിൽ? ദൈവം വസിക്കുന്നുണ്ടോ നമ്മുടെ ഭവനത്തിൽ? നമ്മൾ നഷ്ടമാക്കിയില്ലേ? നമ്മൾ ദൈവസ്നേഹം നഷ്ടമാക്കിയില്ലേ? സഹോദരനെ ചേർത്ത് വെക്കുവാൻ ഇടയായി തീർന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതായി തീരും. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 30-ാം വാക്യത്തിൽ ബെന്യാമിനെ കണ്ടപ്പം യോസഫ് ഇങ്ങനെ പറയുന്നു, അനുജനെ കണ്ടയുടനെ യോസഫിൻ്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. തന്നെ ദ്രോഹിച്ച സഹോദരങ്ങളെ, തന്നെ ആട്ടിപ്പായിച്ച സഹോദരനെ കണ്ടപ്പോൾ യോസഫ് ഓടിപ്പോയി. എന്തിനാ? ഒരു സ്ഥലം ഒന്ന് അന്വേഷിച്ചു പോവാ. എനിക്കൊന്നൊന്ന് കരയുവാൻ, ഉള്ളെന്നൊന്ന് കരയുവാൻ തക്കവണ്ണം ഒരു സ്ഥലം അന്വേഷിച്ചു പോവുകയാണ്. പിന്നീട് 45-ാം വാക്യം 1-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റിയല്ല. പിന്നെയോ അവൻ ആർത്ത് അലമുറയിട്ട് കരയുക. ഈ കരച്ചില് നമുക്ക് നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ ഭവനം എല്ലാം നശിച്ചു പോയി. നമ്മൾ ആകെ കരയുന്നത് സീരിയലിന്റെ മുമ്പ് മാത്രമേ ഉള്ളൂ. ദൈവ തിരുസന്നിധിയിൽ കരയുന്ന കണ്ണുനീരെല്ലാം നഷ്ടമായി. ഒരു ദിവസം കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ ദിവസവും ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവം തമ്പുരാൻ നമ്മുടെ കണ്ണുനീര് കാണുമെന്നേ. ദൈവം തമ്പുരാൻ നമ്മുടെ ഭവനത്തിന് അത്ഭുതം ചെയ്യുമെന്നേ. യാതൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളും തമ്പുരാൻ നമുക്ക് ചെയ്തു തരുമെന്നേ. എല്ലാ കാര്യങ്ങളും ദൈവം നിവർത്തിച്ചു തരുമെന്നേ. സ്ലീബ പെരുന്നാളിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ തക്കോണം ഞാൻ എൻ്റെ വാഹനത്തിൽ പോവുകയായിരുന്നു. മങ്ങാട് ഭാഗത്ത് വെച്ച് വാഹനം, വേറൊരു എതിർദിശയിൽ വന്ന വാഹനം, ഒരു മീൻ വണ്ടിയാണ്. ഉറങ്ങിപ്പോയി അവർ. എൻ്റെ അശ്രദ്ധയല്ല, അവരുടെ അശ്രദ്ധ കൊണ്ട് വന്ന് ഇടിച്ച് എൻ്റെ വണ്ടി 2-3 കരണം മറിഞ്ഞ് തലകീഴായിട്ടാണ് കിടന്നേ. ആ പൊട്ടിയ ഗ്ലാസ്സിനകത്തൂടെ ഞാൻ തന്നെ ഇറങ്ങുമായിരുന്നു, വേറെ ആരും സഹായിക്കാനില്ലായിരുന്നു. അത് രാവിലെ ആയതുകൊണ്ട് ഒരു പോറൽ പോലും തമ്പുരാൻ വരുത്തിയില്ല. ഒരു പോറൽ പോലും തമ്പുരാൻ വരുത്തിയില്ല. അതുവരെ എൻ്റെ മനസ്സിലൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, സ്ലീബ പെരുന്നാൾ എന്തിനാ കുർബാനയൊക്കെ ചൊല്ലുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ബോധ്യമായി, തമ്പുരാന്റെ സ്ലീബ കാവലാണ്. തമ്പുരാന്റെ സ്ലീബ അത് നമ്മളെ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു ആയുധമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തക്കോണം എൻ്റെ ജീവിത അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവം നമ്മളെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പോകുമ്പം ചിന്തിക്കണം, എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിയോട് എന്തെങ്കിലും ഞാൻ നീരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് രമ്യതയിലായിട്ട് ദേവാലയത്തിലേക്ക് കടന്നുപോയി ഈ പരിശുദ്ധ നോമ്പ് ആചരിക്കുമ്പം എൻ്റെ ജീവിതം
അർത്ഥവത്തായി തീരുമെന്ന് ചിന്തിക്കണം. സമയക്കുറവുകൊണ്ട് മൂന്നാമത്തെ ചിന്തയിലേക്ക് പോവുകയാണ്. കൂട്ടായ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നൊരു ഭവനമാണിത്. കൂട്ടായ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നൊരു ഭവനമാണ്. 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ മാർത്തയെയും മറിയയെയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് മരിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അവർ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് നമ്മൾ ഇന്നും മരണ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നു, 40 ദിവസം കഴിഞ്ഞ് വിരിയെടുക്കുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഒരു സമൂഹമാണ് ഒരു ഭവനത്തിലേക്ക് വന്ന് അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും നൊമ്പരത്തിലും പങ്കെടുക്കുന്നത്. ആ സമൂഹം ആ മനുഷ്യനെ ഒത്തിരിയേറെ സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം. ഈ സമൂഹം ഇവിടേക്ക് വന്നതുകൊണ്ട് 11-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, മാർത്തയും മറിയയും കരയുന്നതായിട്ട് പറയുന്നുണ്ട്. അവൾ കരയുന്നത് 33-ാം വാക്യത്തിൽ, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അപ്പം അവൾ കരയും. കാരണം എന്താ? അവൾക്ക് ആകെ ഉള്ളായിരുന്ന സഹോദരനാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ അവിടെ കൂടിയിരുന്ന ഒരു സമൂഹം കരയുക എന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതം അവിടെ ഉണ്ടായേ? യേശുതമ്പുരാന്റെ കണ്ണുനീർ വാർത്തു. യേശുതമ്പുരാൻ കരഞ്ഞു. യേശുതമ്പുരാൻ കണ്ണുനീർ വാർത്തു. എന്താ? ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കുടുംബത്തിലാണേലും ദേവാലയത്തിലാണേലും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന് അത് വേണ്ട എന്ന് വെക്കാൻ പറ്റത്തില്ല. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശെ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് തിരിയണമെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സ് ഒന്ന് മാറി നമ്മളിലേക്ക് നോക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ ഒരുമിച്ച്, നീ മാത്രം പ്രാർത്ഥിക്കാനല്ല, നീ നിനക്കുള്ള സകലതും നിന്റെ മക്കളും നിന്റെ തലമുറ എല്ലാം കൂടെ എന്നാണോ ദൈവ തിരുസന്നിധിയിലേക്ക് തിരിഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ദൈവം നമ്മുടെ മനസ്സ് കാണുകയും നമ്മുടെ സ്ഥിതി മാറ്റുകയും ചെയ്യും. ഇവിടെ തമ്പുരാൻ കണ്ണുനീർ വാർക്കുവാൻ ഇടയായി തീർന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഒരുമിച്ച് ഒരു സമൂഹം ദൈവത്തിലേക്ക് അടുത്തു വരികയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മരിച്ചു. എത്ര ആളുകളാണ് ആ ഖബറടക്ക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരുന്നേ. ആ മനുഷ്യൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ മനുഷ്യൻ ഈ സമൂഹത്തെ സ്നേഹിച്ചപ്പോൾ ആ സമൂഹം ഒരുമിച്ച് കണ്ണുനീർ ഒഴുക്കി അടുക്കിലേക്ക് വന്നു. നമ്മളൊക്കെ മരണപ്പെടുമ്പം എത്ര പേര് കരയും, എത്ര പേര് കണ്ണുനീർ വാർക്കും. ചിലപ്പോഴൊക്കെ ഭവനങ്ങളിൽ മരിച്ച അടക്കം നടത്തുന്ന ദിവസം വികാരി എന്ന രീതിയിൽ അനുശോചനം പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ വച്ചാ? ഈ മനുഷ്യനെ കുറിച്ച് എന്ത് പറയുമെന്ന് ആലോചിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒന്നും ചെയ്തിട്ടില്ല, സഭയ്ക്കും ചെയ്തിട്ടില്ല, സമൂഹത്തിനും ചെയ്തിട്ടില്ല, മക്കൾക്കും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആകെ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആ അച്ഛൻ ഇരിക്കപ്പുറതിയില്ല. പല അച്ഛന്മാരും എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ മനുഷ്യന് നിവർത്തികെട്ട ശിക്ഷകളൊക്കെ നിന്നും പോകുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും നിങ്ങൾ ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. എന്തോ ഒരു ബലവത്തായ, എന്തോ ഒരു അർത്ഥവത്തായ ഒരു പ്രാർത്ഥന അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്താ? പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം. എന്താ എഴുതി വെച്ചേക്കുന്നേ? തമ്പുരാനെ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് അനുദപിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഒരല്പസമയം എന്താ
ഒന്ന് അനുദപിക്കാൻ ഈ ഭൂമിയിൽ തന്നിരിക്കുക. തന്നിരിക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തു, ക്ഷമിച്ചു, യാതൊരു പരാതിയില്ലാതെ ക്ഷമിച്ച് 60-70 വയസ്സ് വരെ ആയി. ഇനിയെങ്കിലും തെറ്റ് ചെയ്യാതിരുന്നാൽ പോരെ? ഇനിയെങ്കിലും ഒന്ന് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് വാ. ഒരു സമൂഹം ഒരു ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുക. ഒരു ചോദ്യം നിങ്ങൾ മനസ്സ് ചിന്തിക്കണം. പരിശുദ്ധ അമ്മയുടെ നോമ്പ് നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്? എൻ്റെ മക്കൾക്ക് ജോലി കിട്ടാനാവാം, എനിക്കൊരു ഭവനമില്ലെങ്കിൽ ഭവനം നിർമ്മിക്കാനാവാം, മറ്റെല്ലാ കാര്യങ്ങളും എനിക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. എൻ്റെ സമൂഹത്തിന് എന്തെങ്കിലും ഉണ്ടാവാൻ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ അയൽവക്കക്കാർക്ക് ഒരു നന്മ ഉണ്ടാവാൻ വേണ്ടി ഈ നോമ്പ് നോറ്റേ? ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. എൻ്റെ അയൽവക്കത്തുള്ള ഒരാടെ കല്യാണം നടക്കുക നോക്കുന്നേ. എൻ്റെ അയൽവക്കത്തുള്ളവരൊന്ന് രക്ഷപ്പെടാനൊന്ന് പ്രാർത്ഥിക്കുന്നേ. എൻ്റെ ഈ പള്ളിയിൽ തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഒരു ഭവനം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നോക്കുന്നേ. ദൈവം തമ്പുരാൻ അതിൻ്റെ അനുഗ്രഹം നമുക്കും തരും. എല്ലാ സാർത്ഥതയിലേക്ക് പോവുക. പള്ളിയിൽ പോയപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് ഫോട്ടോ എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് എൻ്റെ ഫോണിലിട്ടു. അതെൻ്റെ പൊടിക്ക് വെച്ച് വന്നിട്ടുണ്ട്, ഇവിടെ കണ്ടിരിപ്പുണ്ട്. കേട്ട ഇന്ന് എനിക്ക് പോക്കാം, എന്തായാലും കുഴപ്പമില്ല. അത് കണ്ടു. അന്നത്തെ ദിവസം എന്നോട് മിണ്ടിയിട്ടില്ല. എനിക്കുണ്ട്, പോകുന്ന വഴിക്കുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ ദിവസം എന്നോട് മിണ്ടിയിട്ടില്ല. ഒരു കുഞ്ഞിനെ എടുത്തതിൻ്റെ പേരിൽ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞ് എന്നോട് മിണ്ടിയിട്ടില്ല. എന്താണെന്നറിയോ? സാർത്ഥത നമ്മളിലൂടെയും നമ്മുടെ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞു. അത് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. അതിന് അത് മാറ്റണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വരണം. കുഞ്ഞെ, നീ അപ്പുറത്തുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. അതല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നീ അപ്പുറത്തുള്ളവരെക്കാളും കൂടുതൽ മാർഗ് മേടിച്ചേ. എന്താ പറയുന്നത്? നിനക്കുള്ളതൊന്ന് അപ്പുറത്ത് നിന്റെ കൂടെ പഠിക്കുന്നവർക്കൊന്ന് കൊടുത്തേ. നമ്മൾ പറയുന്നത് എന്താ? അത് കൊടുക്കരുത്, കുഞ്ഞ് ഒറ്റയ്ക്ക് അത് മുഴുവനും തിന്നോണം. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ സാർത്ഥത പഠിപ്പിച്ച് ഇതിന് വളരുമ്പം ഒരു നന്മ ഈ സമൂഹത്തിന് ചെയ്യാനോ മറ്റുള്ളവർക്ക് ചെയ്യാനോ സഹോദരങ്ങൾ ചെയ്യാനോ ഒന്നും അറിയാത്തൊരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. സമയം പോകുന്നു. 3 ചിന്തകളാണ് പങ്കുവച്ചേ. ഒത്തിരി ആശയങ്ങളുള്ള വേദഭാഗമാണ്. 3 ചിന്തകൾ പങ്കുവച്ചു. 1 എന്തായിരുന്നു? ക്രിസ്തു കേന്ദ്രീകൃതമായ സ്നേഹത്തിൻ്റെ ഭവനമായിരുന്നു. 2 സഹോദര സ്നേഹത്തിൽ പൂരിതമായ ഭവനമായിരുന്നു. 3 കൂട്ടായ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഭവനമായിരുന്നു. അപ്രകാരം ഒരു ഭവനമായി തീരുവാൻ, ദൈവം സ്നേഹിക്കുന്ന ഭവനമായി തീരുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്ന ഭവനമായി തീരുവാൻ ഇടയായി തീരട്ടെ. അതിന് പരിശുദ്ധ നോമ്പ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അവസരമൊരുക്കി. എൻ്റെ വഴി വന്നപ്പോൾ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഒരു ശക്തിയും പവിത്രതയും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ആനന്ദമാണ്. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കബറടങ്ങിയിരിക്കുന്ന ഒരു ദേവാലയം. എന്നെ സംബന്ധിച്ചൊക്കെ അടൂരിൽ നിന്ന് ഇവിടെ വരാനുള്ള പ്രയാസമുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച ഒരു അവസരം, ഇത് എങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വികാരി അച്ഛനോടും അസിസ്റ്റൻ്റ് അച്ഛനോടും ഭാരവാഹികളോടും എല്ലാം ഉള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.